മാർച്ച് 27 ലോക നാടക ദിനം. അബ്രപാളിയിൽ വിസ്മയം തീർക്കുന്ന പുതിയ കാലത്തും നാടകത്തെ നെഞ്ചേറ്റുന്ന നിരവധി കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിലൊരാളാണ് കരിവള്ളൂർ ഓണക്കുന്നിലെ രതീഷ് രംഗൻ. 1990കളിൽ കലാസമിതികളിലൂടെയും ബാലസംഘം കലാജാഥകളിലൂടെയുമാണ് നാടകത്തിൽ രതീഷ് രംഗൻ ആകൃഷ്ടനാകുന്നത്. തിരുവനന്തപുരം അഭിനയയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ നാടകം കോഴ്സ് 1ാം റാങ്കോടെ പാസ്സായി. ഇന്ത്യയിലെ പ്രശസ്തരായ ദീപൻ ശിവരാമൻ, ഷിബു എസ് കൊട്ടാരം, മഞ്ജുളൻ, മനോജ് ഖാന തുടങ്ങിയവരുടെ കൂടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചു. കെ.ഒ. രംഗൻ എന്ന സോളോ പെർഫോമൻസ് 500-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചു. 100-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്തു. തീരപ്രദേശത്തെ തൊഴിലാളികളെ ഒന്നിപ്പിച്ച് തസ്കര ശാസ്ത്രം എന്ന കോർണർ പ്ലേ സംഘടിപ്പിച്ചു. 30ഓളം സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി നെരിപ്പോഡ് എന്ന തിയേറ്റർ ഇല്യൂഷൻ കൊറിയോഗ്രഫി ചെയ്തു. 10ഓളം ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് രതീഷ് രംഗൻ. ഇതിനകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ രതീഷ് രംഗനെ തേടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉന്നം എന്ന തിയേറ്റർ സോണിന്റെ പണിപ്പുരയിലാണ്. നാടകം ശരിക്കും എനിക്ക് ജീവനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയ നാടകമാണ്. നാടകത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് അഭിനയയിൽ പോയത്. അവിടുന്ന് കേരള യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് 2000-ൽ പഠിച്ചിറങ്ങിയാണ്. അവിടെ കൊണ്ട് ഒരുപാട് നാടകങ്ങൾ, മത്സര നാടകങ്ങളും സാമൂഹ്യ നാടകങ്ങളും തെരുവ് നാടകങ്ങളൊക്കെ നാടകങ്ങൾ കളിച്ചു. ഈ അടുത്താണ് നാടക രചനയിലേക്ക് ഞാൻ പോയത്. അതിനു മുമ്പൊക്കെ രചന നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് രചനകൾ സംഭവിക്കാറുണ്ട്. ഈ അടുത്ത് 1-2 രചനകൾ അയച്ചു കൊടുത്തു ചില മത്സരങ്ങളിൽ. ആ മത്സരങ്ങളിൽ രചനകൾക്കൊക്കെ സമ്മാനം കിട്ടിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരോഗമന കലാസാഹിത്യം സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു തിരുവനാടക രചനാ മത്സരത്തിൽ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.